നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് റെസിസ്റ്ററിൻ്റെ കണക്ഷനെ പറ്റിയിട്ടാണ്. പ്രധാനമായും റെസിസ്റ്റർ രണ്ട് രീതിയിലാണ് കണക്ട് ചെയ്യുന്നത്, സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും. നമുക്ക് ആദ്യം സീരീസ് കണക്ഷൻ ഡിസ്കസ് ചെയ്യാം. ഈ ഫിഗറിലേക്ക് നോക്കുക. ഇവിടെ രണ്ട് റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ റെസിസ്റ്റൻസ് R1-ലൂടെയുള്ള വോൾട്ടേജ് V1-ഉം റെസിസ്റ്റൻസ് R2-ലൂടെയുള്ള വോൾട്ടേജ് V2 ആണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 പ്ലസ് R2 ആയിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സീരീസ് കണക്ഷനിൽ കറണ്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. എല്ലാ റെസിസ്റ്ററിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. അപ്പോൾ IR1 = IR2 = I. ഈ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് V1 പ്ലസ് V2 ആയിരിക്കും. അതപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, V = V1 പ്ലസ് V2 IR1 പ്ലസ് IR2. അടുത്തത് റെസിസ്റ്റൻസ് ഇൻ പാരലൽ കണക്ഷൻ. നമ്മൾ ഈ സർക്യൂട്ടിലേക്ക് നോക്കുക. ഇവിടെ രണ്ട് റെസിസ്റ്റൻസ് പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സീരീസ് കണക്ഷനിൽ കറണ്ട് ആയിരുന്നു സെയിം എങ്കിൽ പാരലൽ കണക്ഷന് വോൾട്ടേജ് ആയിരിക്കും സെയിം. അപ്പോൾ റെസിസ്റ്റൻസിലെ വോൾട്ടേജ് VR1 = VR2 V. ഇവിടുത്തെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് IR1 പ്ലസ് IR2 ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം 1/R ടോട്ടൽ = 1/R1 പ്ലസ് 1/R2. ടോട്ടൽ റെസിസ്റ്റൻസ് = R1 plus R2. നമുക്ക് ഓംസ് ലോ വെച്ച് എഴുതാം. IR1 = V/R1, IR2 = V/R2. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഡൊമസ്റ്റിക് പർപ്പസിൽ എപ്പോഴും പാരലായിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം V = IR ആണ് ഓംസ് ലോ വെച്ച്. IR = I, P = I²R നമുക്ക് എഴുതാം. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ പവറിനുള്ളത്. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ എഴുതാം, P = V²/R ആണ്. ഇനി ഇതിൻ്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് വാട്ട്സ് അല്ലെങ്കിൽ കിലോ വാട്ട്സ് ആയിരിക്കും. അപ്പോൾ 1 watt = 1 volt × 1 ampere ആയിരിക്കും. ഇനി നമുക്കറിയേണ്ടത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. നമുക്കറിയാം എനർജി പവർ ഇൻറ്റു ടൈം ആണ്. അപ്പം ഇലക്ട്രിക്കൽ എനർജി ഫ്ലോ ചെയ്യുമ്പോൾ അത് ഹീറ്റായിട്ട് ഡിസിപ്പേറ്റ് ചെയ്യും. നമുക്കറിയാം എനർജി P × T. നമുക്കറിയാം പവർ എന്ന് പറയുന്നത് I² ആയിരിക്കും. അപ്പം I²R × T നമുക്ക് എനർജി എഴുതാം. അടുത്ത ടോപ്പിക് ഇലക്ട്രിക്കൽ എനർജി. മുമ്പേ പറഞ്ഞ പോലെ തന്നെ എനർജി പവർ ഇൻറ്റു ടൈം ആയിരിക്കും. ഇതിൻ്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് കിലോ വാട്ട് ഹവറിലായിരിക്കും നമ്മളെപ്പോഴും പറയുന്നത്. 1 kilowatt hour എന്ന് പറയുന്നത് 1000 watt × ഹവർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഹവറിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 3600 സെക്കൻഡ് ആകും. അപ്പം 1 kilowatt hour എന്ന് പറയുന്നത് 3.6 × 10⁶ watts × സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ വേറെ രീതിയിൽ എഴുതാം, 3.6 × 10⁶ joules എന്ന്.